സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഉൾപ്പെടുത്തിയില്ലെന്നാരോപിച്ച് പോണ്ടിച്ചേരി ക്രിക്കറ്റ് ടീം പരിശീലകന് താരങ്ങളുടെ ക്രൂരമർദ്ദനം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പരിശീലകൻ വെങ്കിട്ടരാമൻ ചികിത്സയിലാണ്. നെറ്റിയിൽ 20 സ്റ്റിച്ചുകളുണ്ടെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഖിലാഫ് അഹമ്മദ് ഉണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. ഖിലാഫ്, ഇതെന്താണ് സംഭവം, എപ്പോഴാണ്? അഖില, അതിക്രൂരമായ ഒരു മർദ്ദനമാണ് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഉണ്ടായിരുന്നത്. ഇതിൽ പോണ്ടിച്ചേരി ക്രിക്കറ്റ് അസോസിയേഷൻ അണ്ടർ 19 പരിശീലകനായിട്ടുള്ള പരിശീലകനെയാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. ഇതിൽ 3 താരങ്ങൾ, അതായത് കാർത്തികേയൻ, അതേപോലെ തന്നെ ആനന്ദ്, അരവിന്ദ് രാജൻ, സന്തോഷ് കുമരൻ എന്നിവർ ചേർന്നാണ് വെങ്കിട്ടരാമൻ എന്ന പരിശീലകനെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതിൽ പറയുന്നത്, ഒരു താരം ഇയാളെ പരിശീലകനെ പിടിച്ചു വെക്കുകയും മറ്റുള്ളവർ പിന്നാലെ വന്ന് തലക്കടിക്കുകയും ബാറ്റ് കൊണ്ട് തലക്കടിക്കുകയുമായിരുന്നു. ഇതിൽ ഈ പരിശീലകനെ അതിക്രൂരമായ മർദ്ദനമേറ്റ പരിശീലകനെ തലയ്ക്കും അതേപോലെ തന്നെ തോളിനും പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ 20 സ്റ്റിച്ചുകൾ നെറ്റിയിൽ മാത്രമുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിന് പശ്ചാത്തലം എന്ന് പറയുന്നത് പോണ്ടിച്ചേരി താരങ്ങൾക്ക് അവസരം നൽകുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു. ഇതിൽ ഇവർ മർദ്ദിക്കുമ്പോൾ താൻ മരിച്ചാൽ മാത്രമേ അവസരം അവർക്ക് ലഭിക്കൂ എന്ന് പറയുന്നതായി ഈ പരിശീലകൻ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലം 2021 മുതൽ ഈ ഒരു പോണ്ടിച്ചേരി ക്രിക്കറ്റ് അസോസിയേഷന്റെ ടീമിൽ ആകെ 5 താരങ്ങൾ മാത്രമാണ് പോണ്ടിച്ചേരിയിൽ നിന്ന് ഇടം നേടിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന താരങ്ങളെ അവിടെ പോണ്ടിച്ചേരിയിലത്തെ ലോക്കൽ ക്രിക്കറ്റേഴ്സ് എന്ന രീതിയിൽ ടീമിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ ഒരു ഭാരതീയ ദേശ ക്രിക്കറ്റ് ഫോറം എന്ന് പറയുന്ന സംഘടനയുടെ അധ്യക്ഷനാണ് ഇതിന് പിന്നിലെന്ന് പരിശീലകൻ ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ആരോപണങ്ങളൊക്കെ ഭാരതീയ ക്രിക്കറ്റ് ഫോറം അസോസിയേഷൻ അധ്യക്ഷൻ തള്ളുകയും ചെയ്തു. എന്തായാലും സംഭവത്തിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിലവിൽ ഒളിവിലായ അക്രമികൾക്കെതിരെ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അഖില. ശരി, ഖിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.